ഇൻസ്പയറിംഗ് വിൻഡോസിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒന്നാം എപ്പിസോഡ് കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തതിലൂടെ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒന്നാം എപ്പിസോഡിൽ ഡോക്ടർ അൻവർ സാദത്ത്, ഡോക്ടർ മുഹമ്മദ് ബഷീർ, സാബിക് പി വി ഓമശ്ശേരി എന്നിവരുടെ കരിയർ ലോകത്തിൻ്റെ ഏതാനും പാളികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയുണ്ടായി. ഇനിയും ഒട്ടേറെ കേൾക്കാനും അറിയാനുമുണ്ട് ഈ കരിയറിൻ്റെ ഒരു വലിയ ലോകത്തെപ്പറ്റി. രണ്ടാം എപ്പിസോഡിൽ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ചറായ സാബിക് പി വി ഓമശ്ശേരി തൻ്റെ പ്രൊജക്റ്റുകളെയും ഗവേഷണങ്ങളെയും കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് പകർന്നു തരികയാണ്. ഒപ്പം KMCT മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായ ഡോക്ടർ മുബഷീർ പാലത്ത്, LLB അവസാന വർഷ വിദ്യാർത്ഥിയായ നജാദ് കൊടിയത്തൂർ, ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന അനീസ് അഹമ്മദ് കൊടുവള്ളി എന്നിവർ അവരുടെ വിശാലമായ കരിയർ ലോകത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. റോബോട്ടിക് ടെക്നോളജി, വൈദ്യശാസ്ത്രം, നിയമപരിജ്ഞാനം, ആർക്കിടെക്ചർ എന്നീ 4 മേഖലകൾ ഒരു എപ്പിസോഡിൽ തന്നെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ സെഷനിൽ ഒന്നാം എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണം സാബിക് പി വി ഓമശ്ശേരി തൻ്റെ ഗവേഷണങ്ങളെയും പ്രൊജക്റ്റുകളെയും കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഇനി ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഒരു ഡിഫറെൻറ്റ് പ്രൊജക്ട്സിനെ പറ്റി ഞാൻ ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാം. ഇപ്പം അതിൽ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കോക്കനട്ട് ക്ലൈമ്പിംഗ് റോബോട്ടായിരുന്നു. അത് ഞങ്ങൾ പാറ്റൻ്റ് എടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ബ്ലഡ് അനലൈസർ, ബ്ലഡ് സാമ്പിൾ അനലൈസർ. ആ ഒരു സാമ്പിൾ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ആ ഡിവൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഡിസീസസ്, ഫോർ എക്സാമ്പിൾ അനീമിയ, അതുപോലെ സിക്കിൾ സെൽ അനീമിയ, അതുപോലത്തെ വെരി ബേസിക്സ് ഡിസീസസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബ്ലഡ് കൗണ്ട് കുറവാണോ, ബ്ലഡ് കൗണ്ട് കൂടുതലാണോ, ആ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തരാൻ പറ്റും. ആ ഒരു ഡിവൈസ്, ആ ഒരു പ്രോജക്റ്റ് അതാണ്. അതുപോലെ തന്നെ ഇനിയൊരു പ്രോജക്റ്റാണ് ഈ ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്കറിയാം ഓരോ ഡിവൈസ് കോമ്പണൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഗിയർ, നിങ്ങൾക്കറിയാം ഗിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്ക്രൂസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ചെറിയ ചെറിയ പാർട്സുകളുണ്ട്. ഈ പാർട്സൊക്കെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് അത് മാനുഫാക്ചർ ചെയ്തു വരുന്ന സമയത്ത് ദർ ആർ ചാൻസസ് ഫോർ ഡിഫെക്ട്സ്. സോ അതുകൊണ്ട് ഓരോ ഡിവൈസ്, ഓരോ ഇതുപോലെ തന്നെ കോമ്പണൻസ് എടുത്തിട്ടും അത് ബൈ യൂസിങ് യുവർ നേക്ഡ് ഐ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വിഷൻ സിസ്റ്റം, അതായത് വിഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് ആണല്ലോ നമ്മൾ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ റോബോട്ടിക്സ് എന്നുള്ളൊരു എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ആ ക്യാമറ വെച്ചിട്ട് നമ്മൾ ആ ഇമേജ് അത് ക്യാപ്ചർ ചെയ്യുകയും ഈ മാനുഫാക്ചറിങ് ചെയ്തു വരുന്ന സമയത്ത് തന്നെ അത് ക്യാപ്ചർ ചെയ്യും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇമേജ് വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് അനാലിസിസ്, വി കോൾ ഇറ്റ് ആസ് എ ഇമേജ് പ്രോസസ്സിങ്. സോ അത് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എടുക്കുകയും അത് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഇനിയൊരു പ്രോജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ചൈൽഡ് സെക്യൂരിറ്റി ഡിവൈസ്. നിങ്ങൾക്കറിയാം ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്നൊരു പ്രപ്പോസൽ വന്നത്. ഇതുപോലെ തന്നെ ഈ ചൈൽഡിനെ അവരെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ റിയൽ ടൈമായിട്ട് പാരൻസിന് ഷെയർ ചെയ്യുന്ന രൂപത്തിൽ ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ ഉള്ളത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിൻ്റെ ബാഗിലോ അല്ലെങ്കിൽ ഓൺ ബോഡിയിലോ നമുക്കത് ആ ഡിവൈസ് വെക്കാൻ പറ്റും.
ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിയൽ ടൈമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം അവൻ സ്കൂളിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ ഏത് സമയത്താണ് വരുന്നത്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഡ്രൈവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരൻസിന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടാവും. അപ്പം അങ്ങനത്തെ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും ഈവൻ നിങ്ങൾക്ക് GPS വഴി ആ സ്റ്റുഡൻസ് കുട്ടി എവിടെയുണ്ടെന്ന് നിങ്ങൾ അവരുടെ പാരൻസിൻ്റെ മൊബൈലിൽ ട്രാക്ക് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഡിവൈസ്, അത് ഞങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയൊരു പ്രോജക്റ്റാണ് ഞങ്ങൾ റീസെൻ്റായിട്ട് കോവിഡ് വന്ന സമയത്ത് 2020 ഏപ്രിൽ മെയ് ആ സമയത്ത് ഞങ്ങളൊരു കോവിഡ് റോബോട്ട്, അതായത് ഈ പേഷ്യൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്കറിയാം ആ സമയത്ത് ഡോക്ടേഴ്സൊക്കെ പേഷ്യൻസിൻ്റെ എടുത്തു പോകാൻ ഭയങ്കര ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളൊരു പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് ഈ കോവിഡ് വാർഡിൽ കോവിഡ് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തമിഴ്നാട് ഗവൺമെൻറ് പ്രപ്പോസൽ വരികയും അങ്ങനെ ആ റോബോട്ട് ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയൊരു പ്രോജക്റ്റായിരുന്നു. അതുപോലെ തന്നെ കറൻ്റ്ലി ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് പ്രോസ്തറ്റിക്. ഫോർ എക്സാമ്പിൾ, ഇഫ് സംബഡി ഡസ് നോട്ട് ഹാവിങ് his hand or somebody ലെഗ് അവർക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു സൈഡ് എന്തെങ്കിലും തളർന്നു പോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ സംതിങ് ഇതുപോലെ ഫിംഗേഴ്സ് അവർക്ക് ഡിഫറെൻറ്റ് ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ബൈ ബർത്ത് അവർക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വി കോൾ ഇറ്റ് ആസ് എ പ്രോസ്തറ്റിക്, അതായത് ഇപ്പോൾ ഫിംഗർ ഇല്ലാത്തവർക്ക് നമ്മൾ ഫിംഗർ വെച്ച് കൊടുക്കുന്നൊരു ഇതാണ്. അതുപോലെ തന്നെ ഹാൻഡ് ടോട്ടലായിട്ട് ഇല്ലാത്തവർക്ക് നമ്മൾ ഹാൻഡ് നമ്മൾ തന്നെ അത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഇപ്പം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ ആ കയ്യിൽ തന്നെ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ആ ഡിവൈസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കാലില്ലാത്തവർക്ക് നടക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ, അതുപോലത്തെ പിന്നെ അസിസ്റ്റീവ് റോബോട്ട്സ്, വി കോൾ ഇറ്റ് ആസ് അസിസ്റ്റീവ് റോബോട്ട്സ്. അപ്പോൾ അതുപോലത്തെ റോബോട്ട്സിന് ഞങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ അനദർ പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർ ഡെൻറ്റിസ്റ്റ്. നിങ്ങൾക്കറിയാം ഈ ഡെൻ്റൽ സർജറി ഒക്കെ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇപ്പം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോൺസേൺ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പല്ല് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ആഫ്റ്റർ അത് ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ ഫേസ് അപ്പിയറൻസ് എങ്ങനെ ചേഞ്ച് ആകും എന്നുള്ളത് നമുക്കൊരു ഭയങ്കര കോൺസേൺ ആയിരിക്കും. ചിലരൊക്കെ ആ ഒരു കോൺസേൺ കൊണ്ട് തന്നെ ചിലർ ഈ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ മടിക്കും. അപ്പം ആ ഒരു ഏരിയയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഫേഷ്യൽ അപ്പിയറൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഹൗ ദ ഫേഷ്യൽ അപ്പിയറൻസ് വിൽ ചേഞ്ച് എന്നുള്ള ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ആഫ്റ്റർ 2 years or 3 years ആഫ്റ്റർ ദ സർജറി ഹൗ ഹിസ് അപ്പിയറൻസ് ലുക്സ് എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു പ്രോജക്ട്സ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോജക്ട്സ് ഞങ്ങൾ റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ സർജിക്കൽ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് ഈ റോബോട്ട്സിന് വെച്ച് സർജറി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസിൽ ഈ റോബോട്ട് വെച്ച് സർജറി ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു സർജിക്കൽ ബെഡ് സിസ്റ്റം, അതായത് ആ ബെഡിൽ പേഷ്യൻസിനെ വെക്കുകയും അതുപോലെ തന്നെ സം അറേഞ്ച്മെൻറ്റ്സ് അതിൽ നമ്മൾ ഇപ്പം എവിടെ ഏത് ഒരു ആംഗിളിലാണ് അല്ലെങ്കിൽ ഏതൊരു കേർവേച്ചറിലാണ് നമ്മളത് കട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഇൻപുട്ട് മാത്രം നമ്മൾ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റോബോട്ട് അതേ ഒരു ആകൃതിയിൽ നമുക്ക് നമ്മുടെ ബോഡി എവിടെയാണ് ഇൻസിഷൻ പോയിൻ്റ് അവിടെ കട്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒരു റോബോട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോജക്റ്റ് അതും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് സ്റ്റേജിലാണ്. അപ്പം ഞാൻ സം ഓഫ് ദ പ്രോജക്ട്സ്, അതായത് ഞാൻ ചെയ്തതിലുള്ള ചില പ്രോജക്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷനിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണാം ഈ ബ്ലഡ് സാമ്പിൾ അനലൈസർ, ഹൗ ഇറ്റ് ലുക്ക് ലൈക്സ് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ഹാവിങ് വിച്ച് ഗ്രൂപ്പ്സ് ബേസിക് ഡിസീസസ്, വാട്ട് ആർ ദ ബേസിക് ഡിസീസസ് ഡു യു ഹാവ്, അതെല്ലാം അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് യു ക്യാൻ സീ ദാറ്റ് കോക്കനട്ട് ക്ലൈംബിംഗ് റോബോട്ട്.
You can see that it was in developing stage. This image I took in development stage. And other one you can see, the third one is called, we call it as an antibiogram. That is what urinary sample analyzer. Urinary sample analyzer. Fourth one you can see that a COVID robot. That this is the robot which we have developed and we have given to the medical college at Chennai. And the fifth one you can see that automatic surgical bed. അത് നിങ്ങൾ കാണാം, ആ ഒരു സ്ട്രക്ചർ യു ക്യാൻ സീ ദാറ്റ്. അതിൽ നമ്മൾ ഏതൊരു ആംഗിളിൽ ഏതൊരു കേവിലാണോ നമ്മൾ കട്ട് ചെയ്യുന്നതിൽ ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി. ദിസ് ഡിവൈസ് വിൽ ആക്യുറേറ്റ്ലി ഇറ്റ് വിൽ കട്ട് ദാറ്റ് ഇൻസിഷൻ അറ്റ് ദ ഇൻസിഷൻ പോയിന്റ്സ്. Okay, so sixth one you can see that the intelligent prosthetic arms. Some of the prosthetic arms I have shown here. ഇത് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ പേഷ്യൻസിന് വേണ്ടി വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത ചില ഫോട്ടോസാണിത്. സിക്സ്ത് വൺ യു ക്യാൻ സീ ദാറ്റ് ഇലക്ട്രോണിക് കേജ് ഫോർ studying the biological behavior of rat. Okay, so these are the some of the images or the pics I have. In the future, if time permits, I will give you one more session on the robotics. Okay, different areas of robotics, what are the different application of robotics. അതുപോലെ തന്നെ അതിലെ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റും അതിൻ്റെ വീഡിയോസ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഫ്യൂച്ചർ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും സമയം കേട്ടതിന് നന്ദി. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവാണ് സാബിക് പി വി ഓമശ്ശേരിയിൽ നിന്ന് നമുക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞത്. ഇനി വൈദ്യശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗദർശകമാണ് കേൾക്കാനുള്ളത്. ഡോക്ടർ മുബഷിർ പാലത്തിൽ നിന്ന് നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. കുട്ടികളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ഭാവിയെ നോക്കിക്കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നല്ല ആശയങ്ങളും ആഗ്രഹങ്ങളും ഇട്ടുകൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ മനസ്സിലെല്ലാം ഒരു ഡോക്ടറാവുക എന്നുള്ള ഒരു ആഗ്രഹം പലപ്പോഴായി കടന്നു വന്നിട്ടുണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ടാവാം, മറ്റു ചിലപ്പോൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല വശം കണ്ടതുകൊണ്ടാവാം. ചില ആളുകൾക്ക് അതിൻ്റെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സർവീസ് മേഖലയെ കണ്ടതുകൊണ്ടാവാം. എങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മൾക്ക് മുന്നോട്ട് എത്തിപ്പിടിക്കാവുന്ന ഒരു വളരെ നല്ല മേഖല തന്നെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം. ഇതിന് പല തരത്തിലുള്ള MBBS, BHMS, BSMS, ആയുർവേദം, അങ്ങനെ പല തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടെങ്കിലും ഇന്നും എല്ലാവരും ആഗ്രഹിക്കുന്നത് MBBS ജോയിൻ ചെയ്യാൻ തന്നെയാണ്. MBBS ഒരു കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും പഠന സാഹചര്യങ്ങൾ, ഉയർന്ന രീതിയിലുള്ള പഠന സാഹചര്യങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ നല്ലവണ്ണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഏകദേശം 3000-ലധികം MBBS സീറ്റുകൾ ഇന്ന് ഗവൺമെന്റ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലുമായിട്ടുണ്ട്. കേരള ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയും അതേപോലെ ഓൾ ഇന്ത്യ വഴി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയും മുഖേന കേരളത്തിലെ ഈ സീറ്റുകളിൽ നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. അതുകൂടാതെ ഇന്ത്യയിലെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, അതിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള മറ്റു മെഡിക്കൽ കോളേജുകൾ, എയിംസ് എന്ന് തന്നെ അറിയപ്പെടുന്ന മറ്റു മെഡിക്കൽ കോളേജുകൾ, അതേപോലെ തന്നെ ആം ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ, ജിപ്മർ പോണ്ടിച്ചേരി, CMC വെല്ലൂർ, ഇവിടങ്ങളിലേക്കൊക്കെ തന്നെ വേറെ വേറെ എൻട്രൻസ് പരീക്ഷകളും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ നിന്നൊക്കെ വളരെയധികം വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് MBBS അഡ്മിഷൻ കിട്ടണമെന്നൊരു ആഗ്രഹം നമ്മുടെ കുട്ടികൾക്കുണ്ട് എങ്കിൽ അതിനുള്ള പരിശീലനം, അതിനുള്ള പ്രിപ്പറേഷൻസ് +1 കാലഘട്ടത്തിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. +1 വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസത്തോട് +1 വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ എൻട്രൻസ് പരിശീലനവും നടത്തേണ്ടതുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങളിൽ ജോയിൻ ചെയ്ത് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താവുന്നതാണ്. തുടർച്ചയായി 2 വർഷം +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യ ചാൻസിൽ തന്നെ MBBS ലഭിക്കാൻ വേണ്ട റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെയൊരു നല്ല റാങ്ക് ആദ്യത്തെ തവണ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് 1 വർഷം എൻട്രൻസ് കോച്ചിങ് മാത്രമായി ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് അടുത്ത വർഷം ഈ ഒരു നിലയിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഇങ്ങനൊരു ആഗ്രഹമുള്ള കുട്ടികൾ ലക്ഷ്യം വെക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള എയിംസും അതേപോലെ ജിപ്മറും AFMCയും ഒക്കെ തന്നെയാണ്. അതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടാൻ സാധിക്കും. എന്താണ് MBBS കോഴ്സിന്റെ ജോലി സാധ്യതകൾ എന്നുള്ളത് നമ്മളൊക്കെ അന്വേഷിച്ചു നോക്കാം. 4.5 വർഷത്തെ കോഴ്സാണ് MBBS. 4.5 വർഷം 3 പരീക്ഷകളാണ്, 4 പരീക്ഷകളാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ 2 സെമസ്റ്ററിന് ശേഷം ഒരു പരീക്ഷയും, പിന്നെ അതിന് 3 സെമസ്റ്ററിന് ശേഷം വേറൊരു പരീക്ഷയും, പിന്നെ 2 സെമസ്റ്ററിന് ശേഷം ഒരു പരീക്ഷയും, പിന്നെ 1 സെമസ്റ്ററിന് ശേഷം ഒരു പരീക്ഷയും. 4 പരീക്ഷകൾ 3 ഭാഗങ്ങളായി. ഫസ്റ്റ് പ്രൊഫഷണൽ MBBS, സെക്കൻഡ് പ്രൊഫഷണൽ MBBS, തേർഡ് പ്രൊഫഷണൽ MBBS, പാർട്ട് A, പാർട്ട് 1, പാർട്ട് 2. 4.5 വർഷം കഴിഞ്ഞ് MBBS നിന്നും നമ്മൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ 1 വർഷത്തെ നിർബന്ധിത ഹൗസ് സർജൻസി ഉണ്ട്. നമുക്ക് വേണ്ട പരിശീലനം നൽകുന്നത് ഈ ഒരു വർഷത്തിലാണ്. ഈ ഒരു ഹൗസ് സർജൻസി കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ഈ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു MBBS നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും വിവിധ തസ്തികകളിൽ നമുക്ക് ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ്. കേരള ഹെൽത്ത് സർവീസിൽ അസിസ്റ്റന്റ് സർജൻ പോസ്റ്റിന് MBBS ആണ് മിനിമം യോഗ്യത. ഇന്നത്തെ കാലത്ത് MBBS മാത്രം എടുത്ത് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് തന്നെ 3 വർഷത്തെ വിവിധ ബ്രാഞ്ചുകളിലുള്ള PG കോഴ്സുകൾ MBBSന് ശേഷം നമുക്ക് ലഭ്യമാണ്. ഇതിൽ നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള PG കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ടീച്ചിങ് മേഖലയിൽ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പാരാക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമുക്ക് ടീച്ചിങ് മേഖലയിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, അതേപോലെ തന്നെ മൈക്രോബയോളജി, ഫോറൻസിക് മെഡിസിൻ, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പോലീസ് സർജനാണ് ആവശ്യമെങ്കിൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറായി മാറണമെങ്കിൽ ഫോറൻസിക് മെഡിസിൻ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.
അതേപോലെ തന്നെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, മെഡിസിൻ, ജനറൽ സർജറി, അതേപോലെ തന്നെ പീഡിയാട്രിക്സ്, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, അങ്ങനെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലും PG എടുത്ത് പോകാവുന്നതാണ്. ഇനി ഈ 3 വർഷത്തെ PG കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ജോലി സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത്. ഇനി ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ, അതായത് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളുണ്ട്. ജനറൽ മെഡിസിൻ എടുത്ത ആളുകൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളായിട്ടുള്ള കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, എൻഡോക്രൈനോളജി, അങ്ങനെ തുടങ്ങി ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾക്ക് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറാനുള്ള പരീക്ഷകൾ എഴുതി നമുക്ക് ആ കോഴ്സ് പഠിച്ച് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളായി പുറത്തിറങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ജനറൽ സർജറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റികളായിട്ടുള്ള യൂറോളജി, ന്യൂറോ സർജറി, പ്ലാസ്റ്റിക് സർജറി, ഓങ്കോ സർജറി, ഗ്യാസ്ട്രോ സർജറി, കാർഡിയോവാസ്കുലർ സർജറി, അങ്ങനെ നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളും ഇതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വിവിധ ബ്രാഞ്ചുകൾക്ക്, വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതൊരു കോഴ്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനേക്കാളും നിലവിലെ സാഹചര്യത്തിൽ ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു കോഴ്സ് തന്നെയാണ് MBBS. അത് MBBS കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഏത് തിരക്ക് കൂടിയ, തിരക്ക് കുറഞ്ഞ, അങ്ങനെ ഏത് രീതിയിലുള്ള കോഴ്സുകളിലേക്കും നമുക്ക് സെലക്ട് ചെയ്ത് പോവുകയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ +1 കാലഘട്ടം തൊട്ട് തന്നെ ഇതിനുള്ള പരിശ്രമം തുടങ്ങേണ്ടതാണ്. +2 കഴിഞ്ഞ് നമ്മൾ ഇതിനുള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലഭിക്കില്ല എന്നല്ല, ലഭിക്കാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. ആ കുട്ടികൾ നേരത്തെ തന്നെ അതിന്റെ പരിശീലനം നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഈ മേഖലയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MBBSലൂടെ മെഡിക്കൽ പഠനരംഗത്ത് ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടർ മുബഷിർ പാലത്തിൻ്റെ സംസാരം ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് നജാദ് കൊടിയത്തൂർ. LLB അവസാന വർഷ വിദ്യാർത്ഥിയായ നജാദ് നിയമ പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ കരിയറിൻ്റെ ലോകം തുറന്നു വെക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് നജാദ്. ഞാൻ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ്. MSMൻ്റെ ഈ ഒരു കരിയർ പ്രോഗ്രാമിൽ ഇങ്ങനെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഒരു അവസരം നൽകിയതിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവരുടെ ഒരു കരിയർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് +2 കാലഘട്ടം എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ് ഏത് ഫീൽഡിലേക്ക്, ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്ന ആശങ്കയിലായിരിക്കും ഒരു പക്ഷേ വിദ്യാർത്ഥികളൊക്കെ. ഈ ഒരു അവസരത്തിൽ നിയമ മേഖലയിലെ സാധ്യതകളെക്കുറിച്ച്, എങ്ങനെയാണ് നിയമ മേഖലകളിലേക്ക് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് എത്താൻ കഴിയുക, എന്തൊക്കെയാണ് നിയമമേഖലയിലെ സാധ്യതകൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോ ഈസ് നത്തിങ് ബട്ട് കോമൺ സെൻസ് എന്നുള്ളതാണ്. അതായത് കേവലം കോമൺ സെൻസ് അല്ലാതെ മറ്റൊന്നുമല്ല നിയമം എന്ന് പറയുന്നത്. അതായത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം നിയമം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ നിയമം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നിയമ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്, അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെയാണ് എൻട്രൻസ്, ഏതൊക്കെ എൻട്രൻസുകളാണുള്ളത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇപ്പോൾ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലേക്ക് എത്തി എന്നതാണ്. ഞാൻ +2 സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു CGയുടെ ഒരു ചെറിയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ നിന്നാണ് നമുക്ക് കുറേയും കൂടിയും നമുക്ക് ഏതാണ് നമ്മുടെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതിൽ LLB ഒരു ചോയ്സ് ആയിട്ട് വരികയും ചെയ്തു. അതിനുശേഷമാണ് LLBയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അതെനിക്ക് പറ്റിയ മേഖലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതും. അത് കഴിഞ്ഞ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയും കേരള ലോ എൻട്രൻസ് എഴുതി ഇവിടെ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ കയറുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഏതൊക്കെ എൻട്രൻസുകളാണ് LLB ആണ് നിങ്ങൾ ഒരു കരിയറായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ മെയിനായിട്ടുള്ളത് എന്നാണ് പറയാൻ. ഒന്നാമതായിട്ട്
കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാറ്റ് എന്ന എക്സാമാണ് ഓൾ ഇന്ത്യ ലെവലിൽ LLB പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലുള്ള പ്രസിദ്ധമായ 17ഓളം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻസാണ്. കേരളത്തിൽ കളമശ്ശേരിയിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, നാഷണൽ നുവാൽസ് എന്ന് പറയുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേരളത്തിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ക്ലാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു നിയമ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കലാലയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ് ഡൽഹിയിലുള്ള. അതിന് അവരുടേതായ ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ പ്രത്യേകം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകം അവരുടേതായ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ബോംബെ ലോ കോളേജ് വളരെ ഈ ഒരു നിയമ മേഖലയിൽ വളരെ പ്രസിദ്ധമായ ലോ കോളേജാണ്. ബോംബെ ലോ കോളേജ് അവരുടെ പ്രത്യേകം എൻട്രൻസ് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അതും കൂടാതെ തന്നെ ഇന്ത്യയിൽ പ്രസിദ്ധമായ വിവിധ പ്രൈവറ്റ് ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. അമിറ്റി, OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, അത്തരത്തിൽ വരുന്ന അലയൻസ് കോളേജ്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട്, അതുപോലെ തന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ഇങ്ങനെ പ്രത്യേകം വളരെ പ്രസിദ്ധമായ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാമാണ് കേരളത്തിൽ നിയമവിദ്യാഭ്യാസത്തിന് അതിനു വേണ്ടിയുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. കേരളത്തിൽ 4 ഗവൺമെൻറ് ലോ കോളേജുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, അതുപോലെ തന്നെ തിരുവനന്തപുരം. ഇതിലേക്കുള്ള എൻട്രൻസ് നടത്തുന്നത് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ CE ആണ് ഇതിൻ്റെ എൻട്രൻസ് നടത്തുന്നത്. അത് സാധാരണഗതിയിൽ ഈ എൻട്രൻസുകളൊക്കെ ഒരു മെയ് കാലഘട്ടം, അതായത് +2 റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇവർ അപ്ലിക്കേഷനുകൾ ക്ഷണിക്കുക. ഈ വർഷം കൊറോണ കാരണം കുറച്ച് ലേറ്റായി, ഇതുവരെ നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ആ ഒരു സമയത്തായിരിക്കും ഇതിൻ്റെയൊക്കെ എൻട്രൻസുകൾ വരിക. അപ്പം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കേരള ലോ എൻട്രൻസ് ഏരിയ കുട്ടികൾക്ക് തന്നെ കേരളത്തിൽ വിവിധ എയ്ഡഡ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷനും തരപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരുപാട് 17ഓളം 20ഓളം വരുന്ന മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ളത് കേരള ലോ അക്കാഡമിയാണ് തിരുവനന്തപുരത്തുള്ള. അവരുടെ പ്രത്യേകം എൻട്രൻസുകൾ നടത്തുന്നു. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ LLB ഉണ്ട്, അവർ പ്രത്യേകം എൻട്രൻസ് നടത്തുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ അവരുടെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലേക്ക് പ്രത്യേകം അവർ നടത്തുന്നുണ്ട്. അവിടെ BCom അതുപോലെ തന്നെ BBA LLBകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഒരു ഓവറോൾ എൻട്രൻസുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി കൂടുതൽ എങ്ങനെയായാലും നമ്മളൊക്കെ അറിയാവുന്നതുപോലെ തന്നെ എൻട്രൻസിനെ കുറിച്ച് നമ്മളൊരു ഫീൽഡ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്തത് കണ്ടെത്തുകയും അതിൻ്റെ ബാക്കിൽ ഡേറ്റുകൾ നമ്മൾ മിസ്സാവാതെ സൂക്ഷിക്കുകയൊക്കെ വേണം. അതൊക്കെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമവിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ നിങ്ങളൊരു കരിയറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഒരു പക്ഷേ നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നിയമം തന്നെയാണ്. നമ്മൾ മഹാത്മാഗാന്ധി ആയാലും എബ്രഹാം ലിങ്കൺ ആണെങ്കിലും നെഹ്റു ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും ഒക്കെ ഒരു പക്ഷേ അവരൊക്കെ നിയമവിദ്യാഭ്യാസം അല്ലെങ്കിൽ ബാരിസ്റ്റേഴ്സ് ആയിരുന്നു, വക്കീലന്മാരായിരുന്നു എന്നത് ഒരു എന്താ പറയുക ഒരു കോയിൻസിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ അനവധി സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് എന്തൊക്കെയാണ് അതെന്ന് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഒന്നാമതായിട്ട് നമ്മളൊക്കെ അറിയാവുന്നതുപോലെ തന്നെ നമ്മളൊക്കെ ഒരു പക്ഷേ വക്കീലെന്ന് കാണുമ്പോൾ നമ്മൾ മമ്മൂട്ടിയെ ഓർത്തു പോകുന്നത് പോലെ തന്നെ ലിറ്റിഗേഷൻ, അതായത് കോടതിയിലൂടെ കേസുകൾ കൈകാര്യം ചെയ്യുകയും അതിന് നമ്മൾ വക്കീൽ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ ലിറ്റിഗേഷൻ എന്നാണ് നമ്മൾ പറയുക. കേസ് കൊടുക്കുകയും അതിനെ പ്രതികളെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ലിറ്റിഗേഷനാണ് ഒരു കരിയർ എന്ന് പറയുന്നത്. ഏറ്റവും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷനും അത് തന്നെയാണ് നിങ്ങൾ നിയമവിദ്യാഭ്യാസം അല്ലെങ്കിൽ നിയമ ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഏറ്റവും വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലിറ്റിഗേഷനാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫേംസിൽ വർക്ക് ചെയ്യുക എന്നാണ്. അതായത് MNCs മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നല്ല ഹൈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്നുള്ളത് PSUs, അതായത് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്ക്, ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്ക് ലീഗൽ ഓഫീസേഴ്സായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ജുഡീഷ്യൽ സർവീസാണ്. അതായത് LLB എഴുതിയ ഏതൊരാൾക്കും ജുഡീഷ്യൽ എൻട്രൻസ് എക്സാം
ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻട്രൻസ് എക്സാം എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുൻസിഫ് മജിസ്ട്രേറ്റ് ആയിട്ട് നമുക്ക് നേരെ നമ്മൾ ജഡ്ജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജുഡീഷ്യൽ സർവീസിലേക്ക് കയറാം. അത് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ്. എന്നാൽ വളരെ എന്താ പറയുക, വളരെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ അത്രയും പേർക്സ് കിട്ടുന്ന ഒരു സർവീസാണ്. വളരെ ബഹുമാനവും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ കിട്ടുന്ന ഒരു പൊസിഷനാണ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന ഒരു പുതിയ ഫീൽഡ് നമുക്ക് എമേർജ് ചെയ്ത് വരുന്നു. അതായത് മാരിടൈം ലോ, അതായത് കപ്പലുകൾ, അതായത് സമുദ്രത്തിന് ഉള്ളിൽ നടക്കുന്ന നിയമവ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫീൽഡ് ഓഫ് ലോ, അതുപോലെ തന്നെ സൈബർ ലോ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്. അങ്ങനെ നമുക്ക് ഇന്ത്യയുടെ പുറത്ത് നമുക്ക് ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പുതിയ ഒരു ഫീൽഡ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിയമ മേഖലയിൽ ഒരുപാട് മേഖലകൾ, അതായത് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഏറ്റവും താല്പര്യപ്പെട്ട മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് സൈബർ ലോ, അതായത് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭയങ്കരമായ ഒരു പ്രൊലിഫറേഷൻ നടന്നതിന് ശേഷം നമുക്ക് സൈബർ ലോ വളരെ എമേർജ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ മാരിടൈം ലോ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സെക്യൂരിറ്റി ലോ, അതായത് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി അഡ്വൈസിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്. പിന്നെ വിവിധ PSCകളിൽ, അതായത് ഗവൺമെൻറ് സർവീസുകളിൽ വിവിധ പോസ്റ്റുകളിൽ LLB ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ പോസ്റ്റുകളുണ്ട്. അത് മറ്റൊരു മേഖലയാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ ലീഗൽ അസിസ്റ്റൻസ്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ. മറ്റൊന്ന് ആർമിയിൽ ജാഗ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ആർമിയിൽ വക്കീലായിട്ട് സേവനം ചെയ്യാം. അതിന് പ്രത്യേകം എൻട്രൻസ് അല്ല, അവരുടെ ഇൻ്റർവ്യൂ ആണ്. അതുവഴി നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നിയമമേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാനും ബാക്കി അസിസ്റ്റൻസ് നൽകാനും ഒക്കെ ഞാൻ തയ്യാറാണ്. നിയമ പഠന സാധ്യതയെക്കുറിച്ച് നജാദ് കൊടിയത്തൂരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ രണ്ടാം എപ്പിസോഡിൻ്റെ അവസാന സെഷനിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന അനീസ് അഹമ്മദ് കൊടുവള്ളിയെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് വിദേശ രാജ്യങ്ങളിലുള്ള പഠനം വിദ്യാർത്ഥികളുടെ ഒരു പാഷനാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠനം നിർവഹിക്കുന്നുണ്ട്. യൂറോപ്പിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും പഠനങ്ങളുടെ പ്രാധാന്യവും അനീസ് അഹമ്മദ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നു. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് അനീസ് അഹമ്മദ്. ഞാൻ കൊടുവള്ളി സ്വദേശിയാണ്. പഠിച്ചു വളർന്നൊക്കെ കൊടുവള്ളി അടുത്തുള്ള പ്രദേശങ്ങളിലായിട്ടാണ്. കൊടുവള്ളി, ഓമശ്ശേരി, ചാത്തമംഗലം എന്നീ പ്രദേശങ്ങളിലായിട്ട് 4 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്കൂളിംഗ് ഒക്കെ പഠിച്ചത്. പ്ലസൻറ്റ് ഇംഗ്ലീഷ് സ്കൂൾ, അതേപോലെ MES രാജാസ് ഫിനിഷ് സ്കൂളിലായിട്ടാണ് 10th 12th പഠിച്ചത്. അതിനുശേഷം BArch ഡിഗ്രി എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി SPA വിജയവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അതിനുശേഷം ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഡ്നി, ഓസ്ട്രേലിയയിലുള്ള സിഡ്നി എന്ന സ്ഥലത്ത് യൂണിവേഴ്സിറ്റി സിഡ്നിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നത്. ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ആർക്കിടെക്റ്റായിട്ട് ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 മാസമായി കാണും കോഴ്സൊക്കെ പൂർത്തിയായത്, ജോബിലേക്ക് കയറിയത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പഠിച്ച ആർക്കിടെക്ചർ ഡിഗ്രി, അതിന് ഞാൻ ചൂസ് ചെയ്ത സ്ഥാപനങ്ങളെ പറ്റിയും 12th കഴിഞ്ഞിട്ട് ഏത് മാർഗത്തിലൂടെയാണ് ഞാൻ ഈ ഡിഗ്രിയിലേക്ക് ബാച്ചിലർ ഡിഗ്രി എടുത്തത്, അതേപോലെ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ് എങ്ങനെയാണ് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്തത്, അതൊക്കെയാണ്. അപ്പോൾ +2 മെയിനായിട്ട് +2 ടൈമിൽ എനിക്ക് ആർക്കിടെക്ചർ ഡിഗ്രിനെ പറ്റി നന്നായിട്ട് അറിയില്ലായിരുന്നു. ആർക്കിടെക്ചർ ഡിഗ്രി അത്ര ഫേമസ് ആയിട്ടുള്ള ഡിഗ്രി അല്ലായിരുന്നു. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെയുള്ള കുറച്ച് കോഴ്സുകളോടായിരുന്നു എനിക്ക് താല്പര്യം. പിന്നീട് +2 കഴിഞ്ഞ് JEE മെയിൻ ജോയിൻറ്റ് എൻട്രൻസ് എക്സാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് എക്സാം ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിലാണ് BTechൻ്റെ ഒപ്പം BArch എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രീനെ പറ്റിയിട്ട് ഡിഗ്രീനെ കാണാൻ പറ്റിയതും അതേപോലെ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയതും. അതാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് BArch ഡിഗ്രി
ഞാൻ കേട്ടെടുത്തോളം +2 കഴിഞ്ഞപ്പോൾ ഒരു സ്കെച്ചിങ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിഗ്രി ആണെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അപ്പോൾ സ്കെച്ചിങ് ഒക്കെ ആയിട്ട് ചിത്രം വരയ്ക്കാനും അതേപോലെ പെയിൻറ്റിങ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് എബിലിറ്റീസ് ഒക്കെ ഉള്ള അതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലുള്ള പ്രൊഫഷണൽ ഫീൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡിഗ്രീനോട് എനിക്ക് താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള സ്കെച്ചിങ് ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയതായിരിക്കും. അത് എൻ്റെ ഹോബിയൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആർക്കിടെക്ചർ ഡിഗ്രി തിരഞ്ഞെടുത്തത്. അപ്പോൾ കുറച്ച് ശതമാനം അതിൽ ശരിയാണ്. സ്കെച്ചിങ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡായിരിക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ആർക്കിടെക്ചർ പ്യുവർ ഡിസൈൻ ലൈക്ക് സ്കെച്ചിങ് കൊണ്ട് തീരുന്ന ഒരു സംഭവമല്ല. ടെക്നിക്കലായിട്ടുള്ള കുറേ നോളജും കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കും. കൂടുതൽ ഡിസൈനായിട്ടുണ്ടാവുക, പക്ഷേ ഡിസൈനിലുപരി കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഡിഗ്രിയാണ് ആർക്കിടെക്ചർ. അതിനുള്ള ടെസ്റ്റ് +2 കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് മെയിനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ആർക്കിടെക്ചറിലുള്ള ബേസിക് നോളജും കാര്യങ്ങളൊക്കെ, അതേപോലെ ചിത്രം വരയ്ക്കുന്നതല്ല, മെയിനായിട്ട് ഈ 3D ഒബ്സർവേഷൻ സ്കിൽസും 3D പെർസെപ്ഷൻ സ്കിൽസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു കുട്ടിയിൽ നിന്ന് ഈ എൻട്രൻസ് എക്സാമിനേഴ്സൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ 3D ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കുന്നതും അതേപോലെ 3D മോഡൽസും കുറേ പസിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ആർക്കിടെക്ചർ ഡിഗ്രി മാത്രമല്ല, ഡിസൈനിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് പല വേറെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ ട്രൈ ചെയ്തതുമാണ്. NID എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അപ്പോൾ ഈ സ്ഥാപനത്തിൽ പ്രൊഡക്റ്റ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അതേപോലെ സെറ്റ് ഡിസൈൻ, അങ്ങനെ UI ഡിസൈൻ, അങ്ങനെ കുറേ പലതരത്തിലുള്ള പ്രൊഫഷണൽ ഡിസൈൻ കോഴ്സുകൾ ലഭ്യമാണ്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈനിലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് NIFT എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഞാനീ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പെടുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള NITs, IITസും BTech എഞ്ചിനീയറിംഗ് ഫീൽഡ് ലക്ഷ്യമാക്കിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതേപോലെയുള്ള ഡിസൈൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ SPA, അതേപോലെ NID, NIFT എന്നൊക്കെ പറഞ്ഞാൽ. ഇത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലും വളരെ നല്ല സ്ഥാപനങ്ങളുണ്ട്. CET എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥാപനം, CET എന്ന് പറഞ്ഞ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന സ്ഥാപനത്തിലും ഈ BArch ഡിഗ്രി ലഭ്യമാണ്. ഞാൻ പറഞ്ഞ NIDയിലുള്ള ഡിഗ്രീസും അതേപോലെ NIFTയിലുള്ള ഡിഗ്രീസൊന്നും ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലൊന്നും ലഭ്യമല്ല. ആർക്കിടെക്ചർ കുറച്ചുകൂടി ഒരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് പല എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതേപോലെ NITs പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ ആർക്കിടെക്ചർ ഡിഗ്രി ലഭ്യമാണ്. അത് NITC കാലിക്കറ്റ്, NITയിലും ഈ BArch ഡിഗ്രി ഉണ്ട്. വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാലിക്കറ്റ് NIT, BArch താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ. അങ്ങനെ ഞാൻ SPA എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആർക്കിടെക്ചർ പ്ലാനിങ് മാത്രമുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ വേറെ ഒരു കോഴ്സും ഇല്ല. ഈ ആർക്കിടെക്ചർ അതേപോലെ പ്ലാനിങ് ആർക്കിടെക്ചറായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റഡ് അല്ല, ഒരു ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. urban ലെവലിലുള്ള സിറ്റി ലെവലിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതിനെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആർക്കിടെക്ചർ പ്യുവർ മെയിനായിട്ട് ഡിസൈനാണ്, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ ഡിഗ്രീനെ പറ്റി ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഒക്കെ ഡിസൈൻ നമുക്കറിയുന്ന സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ, ഒരു ഡിസൈൻ സ്കെച്ചിങ്ങും അതിനെപ്പറ്റി ഡിസൈൻ തിങ്കിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഡിസൈൻ എങ്ങനെയാണ് ഒരു ഡിസൈനറെ ഉണ്ടാക്കുക എന്നുള്ള അങ്ങനത്തെ ബേസിക്സ് ഒക്കെയാണ് അവർ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഫസ്റ്റ് ഇയറിൽ തരിക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സ്കെച്ചിങ്ങും കുറേ ഡ്രാഫ്റ്റിങ്ങും അതൊക്കെ പെൻസിലൊക്കെ വെച്ച് വരയ്ക്കുന്നത്, അതേപോലെ ഒരു ഡിസൈനറിൻ്റെ ബിഗിനർ ക്ലാസ്സുകൾ പോലെയുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ മെയിനായിട്ട് ബിൽഡിങ്സ് ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ അവരിങ്ങനെ ചെറിയ ഒരു ഹൗസ് ഡിസൈനൊക്കെ തരും. അതിനുശേഷം കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റ് തരും. അങ്ങനെ പോയി ഒരു 5th ഇയർ ഒക്കെ ആകുമ്പോൾ പറയാൻ വിട്ടുപോയി, ഈ BArch ഡിഗ്രി 5 ഇയർ കോഴ്സാണ്. സാധാരണ ഒരുവിധം എല്ലാ ബാച്ചിലർ ഡിഗ്രിയും നമ്മൾ സാധാരണ കാണുന്നത് 4 ഇയേഴ്സ് ഡിഗ്രിയാണ്.
ഈ ബി ആർക്ക് മാത്രം 5 ഇയർ ഡിഗ്രിയാണ്. അപ്പോൾ അത് മനസ്സിലാണ്. അതിൽ ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ ഒരു 1 ഇയറോ നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യണം. അത് കമ്പൽസറി ആയിട്ടുള്ളതാണ്. ഒരുവിധ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത് അങ്ങനെയാണ്, നിർബന്ധമാണ്. ഓവർസീസ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ചോദിച്ചാൽ ഇന്ത്യൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എല്ലാത്തിലും ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബി ആർക്ക് 5 ഇയർ കോഴ്സ് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സും ലഭ്യമാണ്. അത് നമ്മുടെ നാട്ടിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലഭ്യമാണ്. കൊടുവള്ളി അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. എനിക്ക് അറിയുന്ന കുറേ ഫ്രണ്ട്സുകൾ പഠിച്ചിട്ടുണ്ട് താമരശ്ശേരിയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ബി ആർക്കിന് വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോഴിക്കോടൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതല്ലാതെ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ സ്കെച്ചിങ്ങും അതേപോലെ ഡിസൈൻ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5th ഇയർ ആകുമ്പോൾ urban ലെവൽ അല്ലെങ്കിൽ സിറ്റി ലെവൽ പ്ലാനിങ്ങും സിറ്റി ലെവൽ ഡിസൈനും കാര്യങ്ങളൊക്കെ, urban ഡിസൈൻ എന്നാണ് അത് പറയാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കും. ഏറ്റവും താഴെ ലെവലിൽ പ്ലാനിങ് ഒക്കെ ലൈക്ക് ഹൗസ് ഡിസൈനും കാര്യങ്ങളൊക്കെ തുടങ്ങി വലിയ രീതിയിലുള്ള സിറ്റി ഡിസൈൻ അതേപോലെ അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് അവരെത്തിക്കും. ഈ ബാച്ചിലർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലേക്ക് പല ഡിഫറെൻറ്റ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് നമുക്ക്. അതേപോലെ മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ പല ഡിഫറെൻറ്റ് ഫീൽഡ്സിലേക്കും ചെയ്യാം. ഞാൻ ഇതിനിടയ്ക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന ഒരു ഫീൽഡിലേക്ക് മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്ചർ എന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. മെയിനായിട്ട് NID അതേപോലെ IITസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ്, കോഴ്സാണത്. പ്രൊഡക്റ്റ് ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് മാറാനും എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ പല ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്ക് ഈ ആർക്കിടെക്ചർ ഡിസിപ്ലിനിൽ നിന്ന് മാറി പല ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലേക്ക് മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡോ അതേപോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കും മാസ്റ്റേഴ്സിന് മാറാൻ കഴിയും. നമുക്ക് വേറെ രീതിയിലുള്ള ജോലിയും ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ല, ആർക്കിടെക്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ. അപ്പോൾ അങ്ങനെ ബാച്ചിലർ ഡിഗ്രി 5 ഇയേഴ്സ് ഞാൻ SPA വിജയവാഡയിൽ 2018 പൂർത്തിയാക്കി. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ മെയിനായിട്ട് ഞാൻ ഒരു ഫോറിൻ കൺട്രി തിരഞ്ഞെടുക്കുന്ന കാരണം നമുക്ക് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ആർക്കിടെക്ചർ റിലേറ്റഡ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഒരു ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കുന്നവരുണ്ടാവുക. അതുപോലെ ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് പഠിക്കുന്നവരുണ്ടാവുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറും പഠനം മാത്രമല്ല അവിടെയുള്ള കൾച്ചർ, അവിടെയുള്ള കൺസ്ട്രക്ഷൻ രീതികൾ, ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോറിൻ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തത്. ഇന്ത്യയിലും മാസ്റ്റേഴ്സ് ചെയ്യായിരുന്നു. വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. IIT ബോംബെ, വേറെ കുറേ IITs ഉണ്ട്. അതേപോലെ SPSൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും, PhD ഒക്കെ ചെയ്യാൻ പറ്റും. SPSൽ NITസിൽ ഉണ്ട് മാസ്റ്റേഴ്സ്. അതേപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ നമുക്ക് ആ ഫോറിൻ എക്സ്പോഷറും കാര്യങ്ങളൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോറിൻ ഓവർസീസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാൻ കാരണം. അങ്ങനെ ഞാൻ ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു. യൂറോപ്പ് ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ട് അവിടെയുള്ള ഫീസ് അതൊക്കെ വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി US അതേപോലെ കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. ഈ ജർമ്മനിയിലൊന്നും വളരെ കുറച്ച് കാശ് കൊണ്ട് നമുക്ക് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി അതേപോലെയുള്ള പല ഡിഗ്രികളും കരസ്ഥമാക്കാൻ സാധിക്കും. ബാച്ചിലേഴ്സ് ഡിഗ്രി വരെ ഈ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ യൂറോപ്പ് കൺട്രീസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഇപ്പോൾ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിൽ പല ലാംഗ്വേജ് ഉള്ളതുപോലെ യൂറോപ്പിലുള്ള പല രാജ്യത്തും പല ലാംഗ്വേജസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അല്ല പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയ റിവ്യൂസിൻ്റെ ബേസിസിൽ ഈ യൂറോപ്പ് കൺട്രീസ് ആയിട്ടുള്ള ഇറ്റലി, സ്പെയിൻ, അതേപോലെ ജർമ്മനി, ഈ രാജ്യങ്ങളിലൊക്കെ അതേപോലെ നെതർലാൻഡ്സ് അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പല ഭാഷകളാണ്. ജർമ്മനിയിൽ ജർമ്മൻ ഭാഷയാണ്, അതേപോലെ ഇറ്റലിയിൽ ഇറ്റാലിയൻ ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, അതേപോലെ സ്പാനിഷ്, ഡച്ച്, ഇങ്ങനെ പല അതിൽ
ആകെ 2 രാഷ്ട്രങ്ങളാണ് മെയിനായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ, അയർലൻഡ്, UK. അപ്പോൾ UK യൂറോപ്പ് ലീഗിൽ നിന്ന് പുറത്തു പോയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UK, അയർലൻഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഇംഗ്ലീഷ് അല്ല മെയിനായിട്ടുള്ള പ്രിഫേർഡ് ലാംഗ്വേജ്. അപ്പോൾ മാസ്റ്റേഴ്സ് അവിടെ പൂർത്തിയാക്കിയ ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ ഈ ലാംഗ്വേജ് ബാരിയർ ആയിട്ട് വരുന്നുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അതാണ് അവർ മെയിനായിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഈ US, കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ പോലെ ഈ യൂറോപ്യൻ കൺട്രീസിൽ പാർട്ട് ടൈം ജോബ്സ് കാര്യങ്ങൾ ഒക്കെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇറ്റലിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പാർട്ട് ടൈം ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം, ഓസ്ട്രേലിയയിൽ US ഉള്ള സിറ്റുവേഷൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒന്നും പാർട്ട് ടൈം ജോബ് കിട്ടാൻ അത്ര പ്രശ്നമില്ല. കാനഡയും ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടാൻ അത്ര പ്രയാസമുള്ള കാര്യമല്ല. കുറച്ച് ഈസി ആയിട്ട് കിട്ടും. ഇവിടെയൊക്കെ കുറേ ഞാൻ വന്ന ഒരു 2 monthsനുള്ളിൽ എനിക്ക് പാർട്ട് ടൈം ജോബൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് ഒരു എന്തെങ്കിലും ജോലി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ താമസിക്കാനും അതേപോലെ ബാക്കിയുള്ള ഫീസ് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും ഫീസ് അടക്കം നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ സാധിക്കും, അത്ര ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ. അപ്പോൾ എനിക്ക് ഇവിടെ ഫീസ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പാർട്ട് ടൈം ജോബിലൂടെ ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നം വന്ന ആ ടൈമിലൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടൈമിലും എനിക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ലിവിങ് എക്സ്പെൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ പോയി പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഫീസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. 1/4 ഓഫ് ദ ഫീസ് ആണ് ഈ നമ്മൾ സിഡ്നിയിലൊക്കെ പേ ചെയ്യുന്ന, ഓസ്ട്രേലിയയിലൊക്കെ പേ ചെയ്യുന്നതിൻ്റെ ഒരു 25% ഉള്ളൂ ഇറ്റലിയിലൊക്കെ പോയി പഠിച്ച ആളുടെ ഫീസ്. അപ്പോൾ ഇത് സ്കോളർഷിപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. സ്കോളർഷിപ്പ് ഏത് രാജ്യത്ത് കിട്ടിയാലും അത് നല്ലതാണ്. സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക. അപ്പോൾ ഫീസും കാര്യങ്ങളും ആ ഒരു ബേർഡനൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അതല്ലാത്തവർക്ക് പാർട്ട് ടൈം ജോബ് കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ US, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രിഫേർഡ് ആയിട്ടുള്ള രാജ്യമാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ വളരെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ മാത്രമാണ്. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആ ഒരു അറിവിൻ്റെ ബേസിസിലാണ്. പ്യുവർ അറിവ് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നന്നാവുക. ഈ കമൻസിൻ്റെ ബേസിസിൽ ഡയറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിൽ പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കോഴ്സിലേക്ക് വരാം, അത് വിട്ടുപോയി. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആർക്കിടെക്ചർ, ബാച്ചിലേഴ്സ് ഓഫ് ആർക്കിടെക്ചർ കഴിഞ്ഞതിന് ശേഷം മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിയാണ്. അതിൽ അത് മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറിൻ്റെ സ്പെഷ്യലൈസേഷനാണ്. 2 ഡിഗ്രി ഒന്നിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്യുന്നത്, ഹൈ പെർഫോമൻസ് ബിൽഡിങ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡിസൈൻ. കോഴ്സിൻ്റെ പേര് മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചറൽ സയൻസ്. മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചറും അവൈലബിൾ ആണ്. അങ്ങനെ പല ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയും നമുക്ക് ഓവർസീസിലൊക്കെ ലഭ്യമാണ്. പല കൺട്രീസിൽ പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മെയിനായിട്ട് പഠിക്കുന്നത് ഞാനിപ്പോൾ പഠിക്കുന്ന ഡിഗ്രി മെയിനായിട്ട് ഇപ്പോൾ ഡയറക്റ്റ്ലി ഡിസൈൻ റിലേറ്റഡ് അല്ല, പക്ഷേ ബിൽഡിങ്സിൻ്റെ കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയാം, സസ്റ്റൈനബിൾ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഫീൽഡാണ്. മെയിനായിട്ട് ടെക്നിക്കൽ ആസ്പെക്ട്സും ഒരു എഞ്ചിനീയർ ആർക്കിടെക്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പഠിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആർക്കിടെക്ചറൽ സയൻസ്. അതാണ് മെയിനായിട്ട് അതിന് പറയാൻ പറ്റിയൊരു വേർഡ്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഡിഗ്രീൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അത് വായിച്ചാൽ മതി. അതിൽ തന്നെ പല കോഴ്സുകളുണ്ട്. ഹൈ പെർഫോമൻസ് ബിൽഡിങ്സ് ഒരു കോഴ്സാണ്, അതിൽ സസ്റ്റൈനബിൾ ഡിസൈൻ വേറെ കോഴ്സാണ്. ഇത് രണ്ടും കൂടി ക്ലബ് ആയിട്ട് ഒരൊറ്റ കോഴ്സായിട്ട് ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ആയിട്ട് ലഭ്യമാണ്. 2 year കോഴ്സായിട്ട് അത് ലഭ്യമാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പല രാജ്യത്തും 1.5 years മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, 1 year മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രി ഉണ്ട്. 2 years ആണ് ശരിക്കും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി. അപ്പോൾ ഈ 1 year മാസ്റ്റേഴ്സ് ഡിഗ്രി നൽകുന്ന രാജ്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടാനൊന്നും പറ്റില്ല. അവരുടെ പോളിസി കാര്യങ്ങളൊക്കെ വായിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം
2 ഇയേഴ്സ് കോഴ്സ് 2 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷന് ഒരു രാജ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് വിസ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞതിന് ശേഷം അവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ വായിക്കേണ്ടി വരും. വിസ കണ്ടീഷൻസും കാര്യങ്ങളും ഏത് തരത്തിലുള്ള വിസയാണ് പല രാജ്യങ്ങളും ഓഫർ ചെയ്യുന്നത്. ഓസ്ട്രേലിയ ഇപ്പോൾ നമുക്ക് 2 ഇയേഴ്സ് എഡ്യൂക്കേഷൻ വിസ, അതിനുശേഷം നമുക്ക് 2 ഇയേഴ്സ് ഓഫ് ടെമ്പററി വിസ വർക്ക് ചെയ്യാനുള്ള നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈമിൽ വേണമെങ്കിൽ തിരിച്ചു പോവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെ നിന്നിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ കോഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കി. എൻ്റെ ഈ വരുന്ന സെപ്റ്റംബറിലോടുകൂടി ഞാനിപ്പോൾ അടുത്ത വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള വിസയാണ്. അപ്പോൾ അടുത്ത 2 വർഷം എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്യാം ഈ വിസ വെച്ചിട്ട്. അപ്പോൾ വേറൊരു കമ്പനിയൊന്നും സ്പോൺസർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു കമ്പനി നമുക്ക് സ്പോൺസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ തുടരാം, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി വേറെ ഒരു വിസയിലേക്ക് മാറിയതിന് ശേഷം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ആർക്കിടെക്ചർ ലൈഫിനെ പറ്റി പറഞ്ഞുതരാൻ പറ്റിയത്. രാജ്യാന്തര രംഗത്തെ പഠനാനുഭവങ്ങളെക്കുറിച്ചും ആർക്കിടെക്ട് മേഖലയെക്കുറിച്ചും അനീസ് അഹമ്മദ് RCയുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതോടുകൂടെ ഇന്നത്തെ ഇൻസ്പയറിംഗ് വിൻഡോസിൻ്റെ 2ാം എപ്പിസോഡ് അവസാനിക്കുകയാണ്. 3ാം എപ്പിസോഡിൽ IT സെക്യൂരിറ്റി മേഖലയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഫായിസ് അഹമ്മദ്, ഡോക്ടർ നിജാദ് KK കരുവമ്പൊയിൽ തുടങ്ങിയവരുടെ കരിയർ മേഖലയിലൂടെയുള്ള അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ഇൻസ്പയറിംഗ് വിൻഡോസിൻ്റെ 2ാം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.